ലഹരി മാഫിയ സംഘങ്ങൾ വ്യാപകമാകുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ കോഴിക്കോട് ജില്ലയിലെ എക്സൈസ് വകുപ്പ്. ജില്ലയിലെ 9 എക്സൈസ് റേഞ്ച് ഓഫീസുകളിൽ 4 ഓഫീസുകൾക്ക് സ്വന്തമായി വാഹനം പോലുമില്ല. പല റേഞ്ചുകളിലെയും വാഹനങ്ങൾ ആവശ്യാനുസരണം പരസ്പരം വെച്ചുമാറുകയാണ് ചെയ്യുന്നത്. മയക്കുമരുന്നിനെതിരെ എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റ് നടപടികൾ കൂടുതൽ ഊർജിതമാക്കാൻ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാർച്ച് 12 വരെ നിശ്ചയിച്ചിരുന്ന ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ കാലാവധി നീട്ടി. എന്നാൽ മന്ത്രിയുടെ ഉത്തരവുകൾ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. ലഹരി വിവരങ്ങൾ ലഭിക്കുന്ന സ്ഥലത്തേക്ക് ഓടിയെത്താൻ സ്വന്തമായി വാഹനം പോലുമില്ലാത്ത അവസ്ഥ. ജീവനക്കാരുടെ എണ്ണത്തിലും കുറവ്. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന വണ്ണം വണ്ടികൾ പരസ്പരം കൈമാറിയും സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ചുമൊക്കെയാണ് കോഴിക്കോട് എക്സൈസിന്റെ പ്രവർത്തനം. ആകെയുള്ള 9 റേഞ്ച് ഓഫീസുകളിൽ കോഴിക്കോട് സിറ്റി, നാദാപുരം, കുന്നമംഗലം, താമരശ്ശേരി റേഞ്ചുകൾക്കാണ് വാഹനമില്ലാത്തത്. ജില്ലയിൽ സ്ട്രൈക്കിംഗ് ഫോഴ്സ് യൂണിറ്റിന്റെ ഭാഗമായി ആകെയുള്ള ഒരു വണ്ടിയാണ് ഇപ്പോൾ കോഴിക്കോട് സിറ്റി റേഞ്ചിൽ താൽക്കാലികമായി ഉപയോഗിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക സംഘടനകളും ലഹരി വിപത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടുമ്പോഴാണ് ഔദ്യോഗിക സംവിധാനം നോക്കുകുത്തിയാകുന്നത്. ഇന്ന് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വിപണനവും അതിൻ്റെ ഉപയോഗവും, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൊലപാതകങ്ങൾ, കവർച്ചകൾ, ഇതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ പ്രവർത്തനങ്ങളൊക്കെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ വർദ്ധിച്ചു വരുമ്പോൾ അതിനെ തടയിടേണ്ട സംസ്ഥാന ഗവൺമെൻറ് പൂർണ്ണ പരാജയമാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൻ്റെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്. ആ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യത്തിന് വാഹനങ്ങളില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 22 പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന വടകര താലൂക്കിൽ ആകെ 2 റേഞ്ച് ഓഫീസും ഒരു സർക്കിൾ ഓഫീസും മാത്രമാണുള്ളത്. അതിൽ തന്നെ നാദാപുരം റേഞ്ചിൽ വാഹനമില്ല. 14 പഞ്ചായത്തുകളാണ് നാദാപുരം റേഞ്ചിന്റെ പരിധി. കുറ്റ്യാടി ചുരം ഒക്കെ നാദാപുരത്തിന്റെ കീഴിലാണ്. ആവശ്യഘട്ടത്തിൽ വടകരയിൽ നിന്ന് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ജീവനക്കാരുടെ എണ്ണവും 1969 സ്റ്റാഫ് പാറ്റേൺ പ്രകാരമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പരിമിതികൾ കൊണ്ട് വീർപ്പുമുട്ടുകയാണ് എക്സൈസ് വകുപ്പ്. ഉത്തരവുകൾക്കപ്പുറത്തേക്ക് സർക്കാർ തിരിഞ്ഞു നോക്കുന്നുമില്ല. ജനം, കോഴിക്കോട്.